ഹലോ ഫ്രണ്ട്സ്, SJ ടേസ്റ്റി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഡ്ഡലിക്കും ദോശക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ദോശ ചമ്മന്തി പൊടിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു 4 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, 2 സ്പൂണും നമ്മൾ അരി വയ്ക്കുന്ന അരിയില്ലേ, ചോറ് വയ്ക്കുന്ന അരി, അത് 1.5 സ്പൂണും മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പൊടിക്കായം, ഒരു 3 അല്ലി വേപ്പില. ഇത്രയാണ് സാധനം നമുക്ക് അതിനാവശ്യം ഉള്ളത്. നമുക്ക് ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചട്ടി ചൂടായതിന് ശേഷം 1 സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കണം. ചട്ടി നന്നായിട്ട് ചൂടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉഴുന്ന് പരിപ്പ് നല്ല മൂക്കി വറുത്തെടുക്കണം. കലച്ച് പോകരുത്. ഇനി നമുക്ക് അരി ഇടാം. അരിയും കൂടെ മൂക്കി വറുക്കുക. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോകരുത്. ഈ സമയത്ത് നമുക്ക് വേപ്പിലയും കൂടി ഇടാം. വേപ്പില ഇടുന്നതും നല്ലതാണ്, മുടി വളരാനും കണ്ണിന് കാഴ്ചക്കും കൊളസ്ട്രോളിനൊക്കെ വേപ്പില നല്ലതാണ്. വേപ്പില അധികം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്നും നല്ലതാണ് നമുക്കെല്ലാവർക്കും. ഇപ്പം നല്ല മൂത്ത മണമൊക്കെ അവനുണ്ട്. ഇത് ചട്ടിയുടെ ചൂടോടെ ഒന്നും കൂടെ മൂത്ത് വരും. അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പൊടിക്കുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിയും ഉപ്പും ഇടാം. കായപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ടാൽ മതി പൊടിക്കുന്ന സമയത്ത്. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് പാകത്തിന് നോക്കി ഇടുക. ചിലർക്ക് എരിവ് കുറവും മതി, ചിലർക്ക് എരിവ് കൂടുതലൊക്കെ വേണം. അപ്പോൾ ഓരോരുത്തർ ആവശ്യത്തിന് പാകത്തിന് നോക്കി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. അതേപോലെ തന്നെ കായപ്പൊടി ഓരോരുത്തർ ആവശ്യത്തിന് ഇടുക. നമുക്ക് മുളക് പൊടി ഇടാം. അപ്പം പൊടിച്ചെടുക്കാം. ഒന്ന് മൂത്തതിന് ശേഷം, ഈ പച്ചച്ചോവ മാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഉണങ്ങിയ ഒരു ബൗളിൽ ഇട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. നനവൊട്ടും പാടില്ല ഇത് അരക്കാൻ നേരത്ത്. നല്ല ഡ്രൈ ആയിരിക്കണം. കായപ്പൊടി ഇടണം. ഇതെൻ്റെ ഒരു പൊടിയാണ് ഉള്ളത്, അപ്പം ഇച്ചിരി അധികം ഇടേണ്ടി വരും. അടിക്കുമ്പോൾ നല്ല ഇച്ചിരി തരി വേണം കടിക്കാൻ വേണ്ടി. നല്ല നൈസായിട്ട് അടിച്ചെടുക്കരുത്. ഇച്ചിരി തരി പോലെ അടിച്ചെടുക്കണം. ടേസ്റ്റിയായ ഇഡ്ഡലി ചമ്മന്തി പൊടി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ തുറന്ന് പറയുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും പുതിയ ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ഞാൻ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം ഇത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കഴിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടി ചാലിച്ച് കഴിക്കണം.